ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രി ഉരുണ്ട് കളിക്കുകയാണ് ഇന്നലെ ചെയ്തത്. സുപ്രീം കോടതിയിലെ കേസിൽ സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞില്ല. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, കേരളത്തിന്റെ മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണം, ശബരിമലയുടെ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട്, മുൻ നിലപാട് മാറ്റിയോ ഇല്ലയോ എന്ന് വ്യക്തമാക്കണം. അല്ല, കോടതി വിധിക്കനുസരിച്ചല്ലേ സർക്കാരിന് പെരുമാറാൻ പറ്റുള്ളൂ. അതിലെന്താ തർക്കം? അവ്യക്തതകൾ CPM നിലപാടിലില്ല. ആളെ പറ്റിക്കല് UDF നിലപാടാണ്. അതിന് ജനങ്ങൾ പിന്തുണയ്ക്കാൻ പോകുന്നില്ല. ജനങ്ങൾ തള്ളിക്കളയാൻ പോവുകയാണ് ഇത്തരം തട്ടിപ്പിന്. സർക്കാരിന്റെ നയം, ഞങ്ങളുടെ നയമൊക്കെ വളരെ കോടതി എന്ത് പറയുന്നു, കോടതി പറയുന്നത് അത് തന്നെ വിധി വന്നു കഴിഞ്ഞാൽ നാട്ടുകാരോട് ചർച്ച ചെയ്തിട്ട് എങ്ങനെ സമാധാനപരമായിട്ട് അത് വിധി നടപ്പാക്കാം എന്നതിന്റെ ചാലഞ്ച് ശബരിമലയാകും UDFന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം എന്നത് ഉറപ്പായി. LDFനെയും BJPയെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ലോയേഴ്സ് കോൺഗ്രസ് തയ്യാറാക്കിയ കരട് നിയമം കോൺഗ്രസ് പുറത്തുവിട്ടത്. UDF അധികാരത്തിൽ വന്നാൽ ഈ നിയമം നിർമ്മിക്കുമെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. ശബരിമലയിൽ ആചാരം ലംഘിച്ച് പ്രവേശിച്ചാൽ 2 വർഷം തടവ് ശിക്ഷ വരെ നൽകാവുന്ന നിബന്ധനകളുള്ള നിയമമാണ് കോൺഗ്രസ് ഉണ്ടാക്കുക. ഇങ്ങനെ കർക്കശമായ നിലപാടെടുക്കുന്നത് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. ശബരിമല ചർച്ചയിലേക്ക് വരുന്നത് ദോഷം ചെയ്യുമെന്ന തോന്നൽ LDFനുമുണ്ട്. മിതമായും ശ്രദ്ധയോടെയും പ്രതികരിക്കാനേ ഇടത് നേതാക്കൾ ഇന്ന് തയ്യാറായുള്ളൂ. വോട്ടിനായുള്ള തട്ടിപ്പാണ് ഇതെന്ന് BJPയും പറയുന്നു. ഇങ്ങനെയൊരു നിയമം നിർമ്മിക്കാനാകുമോ എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. വോട്ടിനായുള്ള ശ്രമം മാത്രമായി ഇതിനെ കണ്ടാൽ മതിയോ? പ്രതീക്ഷിക്കും പോലെ ഇത് അവർക്ക് UDFന് വോട്ട് നേടിക്കൊടുക്കുമോ? ഇക്കാര്യങ്ങളാണ് ചർച്ച. സ്വാഗതം. കോൺഗ്രസ് നേതാവ് ശ്രീ അജയ് തറയിൽ കൊച്ചിയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അഡ്വക്കേറ്റ് അജയകുമാർ നിയമവിദഗ്ധൻ തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ്. BJP നേതാവ് ശ്രീമതി VT രമ എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുണ്ട്. സാമൂഹ്യ പ്രവർത്തക അപർണ ശിവകാമി കോഴിക്കോട് നിന്നും ഈ ചർച്ചയിൽ ചേരും. ആദ്യം രാഷ്ട്രീയമായ വിഷയവുമായി ബന്ധപ്പെട്ട അജയ് തറയിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ നിയമപരമായിട്ടുള്ള നിലനിൽപ്പ് എത്രത്തോളമുണ്ട് എന്ന കാര്യം എനിക്ക് ആദ്യം അഡ്വക്കേറ്റ് അജയകുമാറിനോട് ചോദിക്കണം. അഡ്വക്കേറ്റ് അജയകുമാർ, ഇത് പ്രവേശനം, സ്ത്രീകൾ പ്രവേശിച്ചാൽ ആചാര ലംഘനം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ പ്രവേശിക്കുകയാണെങ്കിൽ ആചാര ലംഘനം നടന്ന് അവരെ 2 വർഷത്തേക്ക് തടവിന് ശിക്ഷിക്കാം, തടവ് ശിക്ഷ പോലും വിധേയമാക്കാം എന്ന നിബന്ധനകളുള്ളൊരു നിയമം സാധ്യമാണോ എന്ന് വെച്ചാൽ ഇത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സുപ്രീം കോടതി 7-അംഗ ബെഞ്ച് ഇത് പരിശോധിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇപ്പോഴങ്ങനെ ഒരു നിയമം സാധ്യമാകുമോ? രണ്ടാമത്തേത്, ആചാര ലംഘനം എന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ അതിലുണ്ടാകുന്ന ലംഘനം ക്രിമിനൽ കുറ്റമായി പരിഗണിക്കുക നാട്ടിൽ സാധ്യമാകുമോ? രണ്ടും വളരെ പ്രസക്തമായ ചോദ്യമാണ്. അത് നമ്മൾ ഒരു നിയമത്തിൻ്റെ നിയമസാധുത കാണുന്നത് അത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾസിന് അനുയോജ്യമായിട്ടാണോ സൃഷ്ടിച്ചിരിക്കുന്നത് അതോ അതിനെതിരായിട്ടാണോ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പുകൾക്ക് വിരുദ്ധമായ ഒരു നിയമവും ഒരു സ്റ്റേറ്റിനോ സെൻട്രൽ ഗവൺമെൻറ്റിനോ പാസ്സാക്കാൻ സാധ്യമല്ല. അഥവാ അങ്ങനെ പാസ്സാക്കിയാൽ ആ ഭരണഘടനാ വിരുദ്ധമായ വകുപ്പുകൾ കോടതി റദ്ദ് ചെയ്ത് കളയും. മാത്രവുമല്ല, ഇവിടെ ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മുടെ റിലീജിയസ് ഫ്രീഡത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 2 വകുപ്പുകൾ, ആർട്ടിക്കിൾ 25-ഉം ആർട്ടിക്കിൾ 26-ഉം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശത്തിൽ വരുന്നതാണ്. ആർട്ടിക്കിൾ 25 പറഞ്ഞിരിക്കുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരാൾക്ക് റിലീജിയസ് ഫ്രീഡം ഉള്ളത് പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഓൾസോ സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് പാർട്ട് എന്നാണ്. അതായത് ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന 3-ാം അധ്യായത്തിന് അനുസൃതമായിട്ട് മാത്രമേ ഇന്ത്യയിൽ റിലീജിയസ് ഫ്രീഡം അനുവദിക്കുന്നുള്ളൂ. 26 പറയുന്നത് അവിടെ ആചാര സ്വാതന്ത്ര്യമാണ്. ആ ആചാര സ്വാതന്ത്ര്യത്തിൽ വരുന്ന 2 എക്സെപ്ഷൻസാണ്. ഒരു പ്രത്യേക വിഭാഗത്തിന് അവരുടേതായ
ആചാരങ്ങൾ അവരുടേതായ വസ്തുവകകൾക്കുള്ളിൽ സ്ഥാപനങ്ങൾക്കുള്ളിൽ പാലിക്കുവാൻ നിയന്ത്രിതമായ അവകാശമുണ്ട്. അതും പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത് എന്നീ 3 നിബന്ധനകൾക്ക് ബാധകമായിരിക്കണം. ഇത് ശബരിമല കേസിൽ ഭരണഘടനാ ബെഞ്ച് വളരെ വിശാലമായി പഠിക്കുകയും വിധി എഴുതുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കുന്നതിന് ഇവിടെ വിലക്ക് കൽപ്പിച്ചിരുന്നതായ വകുപ്പ് റൂൾസും റദ്ദ് ചെയ്യപ്പെട്ടത്. അത് ആദ്യം എല്ലാ രാഷ്ട്രീയ നേതാക്കളും സ്വാഗതം ചെയ്തു. അതിനുശേഷം അതിൽ ചില ആളുകൾക്ക് അതൃപ്തിയുണ്ട്, പ്രത്യേകമായ ചില മതവിഭാഗങ്ങൾക്ക് ഇല്ലെങ്കിൽ പ്രത്യേക സമുദായങ്ങൾക്ക് എതിർപ്പുണ്ട്, വിയോജിപ്പുണ്ട് എന്ന് കണ്ടതോടുകൂടി കോൺഗ്രസും BJPയും അതിലെ നേതാക്കന്മാരും അവർ ആദ്യം പറഞ്ഞിരുന്ന വാദത്തിൽ നിന്ന് മാറുകയും ആചാര സംരക്ഷണത്തിനായിട്ട് അവർ മുന്നിട്ടിറങ്ങുകയും ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. 2 ലെവലിലാണ് അത് നടന്നിട്ടുള്ളതെന്ന് മാത്രം. അതിന് വിരുദ്ധമായി അതിന് നേരെ എതിർചേരിയിൽ നിന്ന ഇടതുപക്ഷം അത് എങ്ങനെയും സുപ്രീം കോടതി വിധി നടപ്പിലാക്കും എന്നുള്ള രീതിയിൽ ഒരു വാശിയും എടുത്തു. ഇത് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വളരെയേറെ അക്രമ പ്രവർത്തനങ്ങൾക്കും വളരെയേറെ വിവാദങ്ങൾക്കും ഇടയാക്കി. അതിനുശേഷം റിവ്യൂ ഹർജി ഫയൽ ചെയ്തു. ആ റിവ്യൂ ഹർജിയും വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിൽ തള്ളുകയാണുണ്ടായത്. അതിൽ നിന്ന് യാതൊരു സ്റ്റേ പോലുമില്ല. എന്നാൽ മറ്റു ചില ആചാരങ്ങളെ സംബന്ധിച്ചും അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചും ഒരു കേസ് 2 കേസുകൾ നിലവിലിരുന്ന സാഹചര്യത്തിൽ ഈ ശബരിമല ഇഷ്യൂവിൻ്റെ ബന്ധപ്പെടുന്ന ഒരു ഇഷ്യൂ, അതായത് എത്ര വരെ ആചാരങ്ങൾ പാലിക്കുവാൻ ഒരു പ്രത്യേക മതവിഭാഗത്തിന് അർഹതയുണ്ട് എന്നുള്ള ഒരു ചോദ്യം, ആ ചോദ്യവും അത് ഭരണഘടനാ വിരുദ്ധമായാൽ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യവും ഉൾപ്പെടെ 7ഓളം ചോദ്യങ്ങൾ വിശാല ബെഞ്ച് തീരുമാനിക്കുന്നതിനായിട്ട് വിട്ടു. അതാണ് ഇന്നത്തെ നിയമ ബാക്ക്ഗ്രൗണ്ട്, അതാണ് ഇന്നത്തെ അവസ്ഥ. അത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾക്കറിയാം, സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് അത് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് പോലും പരിമിതമായ അവകാശങ്ങളെ നമുക്കുള്ളൂ. അവ സബ്ജുഡീസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരുന്നവയാണ്. ഇവിടെ പ്രസക്തമായി അങ്ങ് ചോദിച്ച ഒരു ചോദ്യം, ഒരു നിയമനിർമ്മാണം സാധ്യമാണോ? ഈ സാഹചര്യത്തിൽ ഒരു നിയമനിർമ്മാണം സാധ്യമാണോ? ഈ ഭരണഘടന നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും നിയമമുണ്ടാക്കാം. പക്ഷേ ആ നിയമം സുപ്രീം കോടതിക്ക് വിധിക്കും ഭരണഘടനയ്ക്കും വിരുദ്ധമാണെങ്കിൽ അത് ഉത്ഭവത്തിലെ തന്നെ അസാധുവായി പോകും എന്നുള്ളതാണ് വസ്തുത. ഇവിടെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ സമയത്ത് ഒരു കരട് ബില്ലുമായിട്ട് വരുന്നുണ്ട്. എനിക്ക് അവരോടുള്ള ഒരു സംശയം, ആദ്യം ഈ വിവാദം തുടങ്ങിയ സമയത്ത് ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ പറഞ്ഞത് ഇതിന് നിയമമുണ്ടാക്കുവാനുള്ള അവകാശം സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമാണ് എന്നാണ്. ഏതായാലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എലക്ഷൻ അല്ല ഇപ്പോൾ വരുന്നത്, ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റേതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ നിയമസഭ ഏത് ആർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ പട്ടികയിൽ 3 പട്ടികകൾ നമുക്കുണ്ട്, ആ പട്ടികയിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഏത് വിഭാഗത്തിൽ പെടുത്തിയാണ് ഈ നിയമത്തിന് പ്രാധാന്യം കൊടുക്കാൻ കഴിയുന്നത്? അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നിയമം പാസ്സാക്കണം എന്നുള്ള ആദ്യ വാദത്തിൽ നിന്നും അവർ പുറകോട്ട് പോയോ? അതാണ് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം. അതെ, അത് അവർ യഥാർത്ഥത്തിൽ പഠിച്ചാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളതെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാം. അല്ലെങ്കിൽ ഉത്ഭവത്തിലെ തന്നെ ഇതൊരു തട്ടിപ്പായിട്ട് കാണേണ്ടി വരും. അതാണ് നിയമപരമായ വസ്തുത. രണ്ടാമത്തെ കാര്യം, ഞാൻ രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. അഡ്വക്കേറ്റ് രാജകുമാർ, എനിക്ക് ആ ചോദ്യം ഓർമ്മയുണ്ട്, ഞാൻ താങ്കളിലേക്ക് വന്നുകൊള്ളാം. ഒന്ന് ശ്രീ അജയ് തറയിലേക്ക് പോയതിനു ശേഷം, ശ്രീ അജയ് തറയിൽ ഇത് ആളുകളെ പറ്റിക്കാനുള്ള ഏർപ്പാടാണ് എന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വിജയരാഘവൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തോട് പ്രതികരിച്ചത്. ഇപ്പോൾ
അദ്ദേഹം നിയമപരമായിട്ട് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെല്ലാം, അഡ്വക്കേറ്റ് രാജകുമാർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് മുന്നിലുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതാകപ്പാടെ ഈ വോട്ട് ശേഖരിക്കാൻ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുണ്ടാക്കുന്നൊരു ഗിമ്മിക്ക്, തട്ടിപ്പ് എന്ന തോന്നലല്ലേ നാട്ടുകാർക്കുണ്ടാവുക? പ്രത്യേകിച്ചും ഈ സുപ്രീം കോടതി എത്രയോ വർഷക്കാലം എടുത്ത് വിധി പറഞ്ഞ വിധിയിന്മേലുണ്ടായ പ്രശ്നങ്ങൾക്കൊടുവിൽ ഒന്നുകൂടെ പരിഗണിക്കാം എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ ഒരു ബ്രഹ്മാണ്ഡ സമാനമായിട്ടുള്ള ഒരു സംഭവം, എന്നാൽ ഞങ്ങൾ വന്നതാ ഉടൻ പരിഹരിച്ചു കളയും എന്നൊരു നിലപാട് സ്വീകരിച്ചത് വോട്ടുണ്ടാക്കാനുള്ള ഒരു തട്ടിപ്പ് എന്ന നിലക്ക് ജനം കാണില്ലേ? ശ്രീ അജയകുമാർ CPM പ്രവർത്തകനായ അദ്ദേഹത്തിൻ്റെ നിയമത്തെക്കുറിച്ചുള്ള അദ്ദേഹം CPM പ്രവർത്തകനല്ല, അഗാധമായ പ്രസ്താവന ഞാൻ ആദ്യം തള്ളുകയാണ്. അല്ല, കാരണം അദ്ദേഹം വളരെ പക്ഷപാതപരമായ ഒരു സ്റ്റേറ്റ്മെന്റാണ് ഇവിടെ നടത്തിയത്. അത് ശരി, അങ്ങനെ ഞാൻ കരുതി അദ്ദേഹത്തെ താങ്കൾ ശരിക്കും നിയമം, ഈ സുപ്രീം കോടതി വിധി ഉണ്ടായ അതേ സമയം സംസ്ഥാന ഗവൺമെൻറ്റിനോടും കേന്ദ്ര ഗവൺമെൻറ്റിനോടും ഒരു ഓർഡിനൻസ് കൊണ്ടുവന്ന് കേരളത്തിലെ ശബരിമല വിശ്വാസികളെ, അയ്യപ്പ വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട UDF ആണ്. അന്ന് കേന്ദ്രത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു, കേരളത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. കേരള ഗവൺമെൻറ് വളരെ വ്യക്തമായി ഇക്വാലിറ്റിക്ക് വേണ്ടി, സ്ത്രീ സമത്വത്തിന് വേണ്ടിയാണ് ഈ രാജ്യത്ത് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് 2007 ശ്രീ അച്യുതാനന്ദൻ കൊടുത്ത അഫിഡവിറ്റാണ് ഞങ്ങളുടെ അഫിഡവിറ്റ്. ശബരിമലയിൽ 10നും 50നും ഇടയ്ക്ക് പ്രായമുള്ള യുവതികളെ പ്രവേശിപ്പിക്കണം എന്ന കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരള ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ കൊടുത്തത്. അതിനുവേണ്ടി ഏതാണ്ട് 60 ലക്ഷം രൂപയോളം സുപ്രീം കോടതിയിലെ അഭിഭാഷകന് സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തു. ആ ആർഗ്യുമെൻറ്റിൻ്റെ പേരിലാണ് സുപ്രീം കോടതി 10നും 50നും വയസ്സിനിടയ്ക്കുള്ളവരെ പ്രവേശനം നിഷേധിച്ചുകൊണ്ടുള്ള കേരള ഹൈക്കോടതി വിധി മാറ്റിക്കൊണ്ട് അവിടെ സ്ത്രീ സമത്വം ആണ് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് 10നും 50നും ഇടയ്ക്ക് പ്രായമുള്ള പെൺകുട്ടികൾക്ക് പ്രവേശിക്കും തെറ്റില്ല എന്നും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ, ക്ഷേത്രാരാധനകളിൽ പറഞ്ഞിരുന്നതുപോലെ 3C എന്ന് പറയുന്ന ആർത്തവകാലത്ത് കയറാൻ പാടില്ല എന്ന് പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ഉത്തരവുകളെയും റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഒരു വിധി ഇന്ന് ശബരിമല മാത്രമല്ല, കേരളത്തിലെ ഏത് അമ്പലങ്ങളിലും ഏത് ക്ഷേത്രങ്ങളിലും ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് പ്രവേശിക്കാം എന്ന ഒരു സുപ്രീം കോടതി വിധിയാണ് ഇന്നുള്ളത്. ആ വിധി ഉണ്ടായി. അന്ന് സംസ്ഥാന ഗവൺമെൻറ് ഇത് നവോത്ഥാനമാണ്, ഇത് സ്ത്രീ വിമോചനമാണ്, നവോത്ഥാനമാണ് എന്ന് പറഞ്ഞ് 50 കോടി രൂപ മുടക്കിക്കൊണ്ട് അവർ ഒരു മതിൽ പണിതു, ഒരു മനുഷ്യ മതിലുണ്ടാക്കി. ഈ രാജ്യത്ത് ശബരിമലയിലേക്ക് 2ഉം 3ഉം 4ഉം പ്രാവശ്യം പോലീസ് അകമ്പടികളോടെ സ്ത്രീകളെ കയറ്റാൻ ശ്രമിച്ചു. അതെല്ലാം നടക്കാതെ പോയപ്പോൾ വേഷപ്രച്ഛന്നയായി 2 സ്ത്രീകളെ അവിടെ പിൻവാതിലൂടെ അകത്ത് കയറ്റി ശബരിമലയുടെ മുൻവശത്ത് കൂടി നടന്നുപോയ കാഴ്ച നമ്മൾ കണ്ടതാണ്. ഞങ്ങൾ കയറ്റി, ഞങ്ങളിതാ ആചാര ലംഘനം നടത്തിയിരിക്കുന്നു, ഞങ്ങൾ സുപ്രീം കോടതി നടപ്പാക്കിയിരിക്കുന്നു എന്ന് പറയത്തക്ക നടത്തിയ സംഭവമുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, അതിനുശേഷം നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ LDFന് കനത്ത പരാജയമുണ്ടായി. കനത്ത പരാജയമുണ്ടായപ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള മുഴുവൻ പാർട്ടി നേതാക്കന്മാരും മന്ത്രിമാരും വീടുകൾ കയറി ഇറങ്ങിക്കൊണ്ട് ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഇതിനെ രാഷ്ട്രീയമായിട്ട് എതിർക്കാൻ CPMകാരില്ലതാനും അവർ നേതാക്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയില്ല എന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ചയാക്കേണ്ടെന്ന കാര്യമില്ല എന്നൊരു നിലപാട് ആ പാർട്ടിക്കുള്ളതുകൊണ്ടായിരിക്കണം അവർ വരുന്നില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കോൺഗ്രസിൻ്റെ നിലപാട് ഇതാണെന്ന്. ശ്രീ അജയ് തറയിൽ എൻ്റെ ചോദ്യം, ഇങ്ങനെയൊരു നിയമം നിർമ്മിക്കാൻ സാധിക്കുമോ? താങ്കൾ പറയുന്നതാണ് പൂർണ്ണമായിട്ടും ശരിയെന്ന് വിചാരിക്കുക, കോൺഗ്രസിൻ്റെ നിലപാടാണ് ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടും ശരി, CPM പൂർണ്ണമായിട്ടും തള്ളപ്പെടേണ്ട നിലപാടാണെന്ന് തന്നെ കരുതുക. പക്ഷേ അപ്പോഴും ഇതിനെ പരിഹരിക്കാനായിട്ട് നിയമം കൊണ്ടുവരാൻ സാധിക്കുമോ? ആ ഒരു നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്
തട്ടിപ്പാണ് എന്ന വിജയരാഘവന്റെ CPM-ന്റെ നിലപാടിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ വിജയരാഘവൻ പറയുന്നതിനെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. അദ്ദേഹം പലതും പറയാറുണ്ട്. ഇവിടെ ഞാൻ പറയട്ടെ, സുപ്രീം കോടതി വിധി ഷബാനു കേസിലുണ്ടായപ്പോൾ ആ കേസിനെ ഓവർറോൾ ചെയ്തില്ലേ? എത്രയോ വിധികളെ ഓവർറോൾ ചെയ്തിരിക്കുന്നു. ഇവിടെ ഇന്ത്യൻ ഭരണഘടനയുടെ എൻട്രി 28 ലിസ്റ്റ് 3 ഷെഡ്യൂൾ 7 അനുസരിച്ച് ഇത് സംസ്ഥാന ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ്റിനും വിശ്വാസ സംരക്ഷണത്തിന് ആവശ്യമായ നിയമം നിർമ്മിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷെഡ്യൂൾ 7 അനുസരിച്ച് വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള നിയമം നിർമ്മിക്കാം. ഇന്ന് ഈ സംസ്ഥാനത്തൊരു നിയമമുണ്ട്. ഇന്ന് ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ റിമൂവൽ ആക്ട് പ്രകാരം അതിൻ്റെ റൂൾസ് അനുസരിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ആർക്കൊക്കെ പ്രവേശിക്കാം, ആർക്ക് പ്രവേശിക്കാൻ പാടില്ല, പ്രവേശിച്ചാൽ സെക്ഷൻ 7 അനുസരിച്ച് നടപടി ഉണ്ടാക്കാം, ക്രിമിനൽ കേസ് എടുക്കാം എന്ന് പറയുന്ന റൂൾസും നിയമവും കേരളത്തിൽ നിലവിലുണ്ട്. അതിനകത്ത് ശബരിമലയെ മാത്രം ഒന്ന് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിഷ്കാരം മാത്രമേ ഉള്ളൂ. അറ്റ് പ്രസന്റ് ഉള്ള നിയമം, ആ നിയമത്തിനകത്ത് ഒരു അമ്പലത്തിൽ ആ അമ്പലത്തിലെ ചീഫ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, മാനേജർ എന്ന് നാടൻ ഭാഷയിൽ പറയാം, ആ ആൾ നിശ്ചയിക്കുന്ന രീതിയിൽ ആളാണ് സംരക്ഷിക്കുന്നത്. അവിടെ ആർക്കൊക്കെ കയറാം, ആർക്കെല്ലാം കയറാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി നിഷ്കർഷിച്ചിട്ടുണ്ട്, നിയമമുണ്ട്. അത് ലംഘിക്കുന്ന ആൾക്ക് സ്വാഭാവികമായി എന്ത് നടപടി എടുക്കാം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ 1-നും 50-നും പൈസ ഇടക്കുള്ള സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്ന ഒരു ചട്ടം അവിടെ തന്ത്രിമാർ, അതാണ് ശബരിമലയിലെ തന്ത്രി, അതുമായി ഡിസ്കസ് ചെയ്ത് തന്ത്രി പറയുന്നു അങ്ങനെ പാടില്ല എന്നാണെങ്കിൽ ആ ആചാരം, ആ അനുഷ്ഠാനം, ആ കീഴ്വഴക്കം ദേവസ്വം ബോർഡ് അനുഷ്ഠിക്കാൻ നിർബന്ധിതരാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നിയമം അവിടെ ഇമ്പോസ് ചെയ്യാൻ കഴിയും. അല്ലാതെ ഈ പറയുന്ന ഭരണഘടനയുടെ അനുച്ഛേദങ്ങളിൽ 25-ഉം 26-ഉം പറഞ്ഞു, 27-ൽ ഒരു വിശ്വാസിയുടെ വിശ്വാസത്തെ എതിർക്കാൻ കഴിയില്ല എന്ന മൗലിക അവകാശത്തെക്കുറിച്ച് അദ്ദേഹം മിണ്ടാതെ പോയിരിക്കുന്നു. അവിടെ അപ്പോഴും ആ ചോദ്യം വരും ശ്രീ അജയ് തറയിൽ, അതായത് വിശ്വാസിയുടെ വിശ്വാസത്തെ എതിർക്കാൻ സാധിക്കില്ല എന്ന് വെച്ചാൽ അവിടെ വിശ്വാസി എന്നത് സ്ത്രീ കൂടെ ഉൾപ്പെട്ടതല്ലേ? സ്ത്രീയായ ഒരു വിശ്വാസിക്ക് എൻ്റെ വിശ്വാസം അവിടെ പ്രവേശിക്കണമെന്നതാണെങ്കിൽ അതിനെ എതിർക്കാൻ സാധിക്കില്ലല്ലോ എന്ന ചോദ്യം കൂടെ വരും. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീമതി VT രമ, ഇവിടെ BJP അവിടേക്ക് സ്ത്രീകൾ പ്രവേശിക്കരുത് എന്ന നിലപാടെടുത്ത് അതിശക്തമായിട്ട് സമരം ചെയ്ത ആളുകളാണ്. താങ്കൾ ആ സമരത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന BJP നേതാക്കളുള്ള ഒരാളാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സന്തോഷമല്ലേ ഉണ്ടാകേണ്ടത്? UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു നിയമമുണ്ടാകും, ആ നിയമപ്രകാരം അങ്ങോട്ട് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകൾ ആചാര ലംഘനമാണ് നടത്തിയത് എന്ന് കണ്ട് അവരെ 2 വർഷത്തേക്ക് തടവിന് ശിക്ഷിക്കും എന്ന കാര്യം സന്തോഷമല്ലേ ഉണ്ടാക്കേണ്ടത്? അങ്ങനെ സന്തോഷം ഉണ്ടാകുന്നുണ്ടോ? സനീഷ്, ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ കേരളത്തിലെ സാധാരണക്കാരായ വോട്ടർമാരായ ഭക്തജനങ്ങളായ പൊതുജനങ്ങളെ ശരിക്കും വിഡ്ഢികളാക്കുകയാണ്. എനിക്ക് ഓർമ്മ വന്നത് 77-78 കാലത്ത് ജോൺ എബ്രഹാമിൻ്റെ ഒരു സിനിമയുണ്ടായിരുന്നു, അഗ്രഹാരത്തിൽ കഴുത. അതിൻ്റെ പരസ്യവാചകം ഇങ്ങനെയായിരുന്നു: പൊതുജനം സമം കഴുത സമം പൊതുജനം. ഈ 2 കൂട്ടരും വിഡ്ഢികളാക്കുകയാണ്. സനീഷിന് തന്നെ അറിയാം, ഞങ്ങളൊക്കെ ഒരുപാട് ആ ശബരിമല പ്രക്ഷോഭത്തിൽ മാനസികമായും ശാരീരികമായും ഇൻവോൾവ് ചെയ്തവരാണ്, ഭക്തജനങ്ങളുടെ കൂടെ നിന്നവരാണ്. അന്ന് ഞങ്ങളടങ്ങുന്ന ഒരുപാട് ഭക്തജനങ്ങളെ തല്ലിച്ചതച്ചത് ഇടതുപക്ഷ പോലീസാണ്. 51ഓളം ദിവസം ഞങ്ങളിവിടെ, ഞാൻ 11 ദിവസം നിരാഹാരം കിടന്നിട്ടുണ്ട് ഇവിടെ ഈ പ്രക്ഷോഭത്തിൽ. അങ്ങനെ K. സുരേന്ദ്രൻ എന്ന് പറയുന്ന ഞങ്ങളുടെ അഭിവന്ദ്യനായ സംസ്ഥാന പ്രസിഡന്റ്, ഇന്ന് പ്രസിഡന്റാണ് അദ്ദേഹം, അന്ന് ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിന് ഷട്ടിലടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക്. അങ്ങനെ ജാമ്യം കൊടുക്കാതെ വിട്ടു. അങ്ങനെ ശശികല ടീച്ചറുടെ കഥ നമുക്കറിയാം. അങ്ങനെ പന്തളത്ത് ഉണ്ണിത്താൻ്റെ മരണം, ഒരു തീഗോളമായി എരിഞ്ഞടങ്ങി സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ അസ്തമിച്ച രാധാകൃഷ്ണൻ്റെ കാര്യം, ഇതൊക്കെ അറിയാം. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മാനസികവും ശാരീരികവുമായ പീഡനങ്ങളും അനുഭവിച്ച് ശബരിമലയിൽ ആചാര ലംഘനത്തിനെതിരെ പ്രതികരിച്ചവരാണ് ഞങ്ങൾ. അന്ന്
ഇന്ന് നിയമത്തെക്കുറിച്ച് വളരെ ഭംഗിയായി വാചാടോപം നടത്തുന്ന കോൺഗ്രസ്സുകാർ എവിടെയായിരുന്നു? പേരിനൊന്നോ രണ്ടോ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ പത്തനംതിട്ട ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് എവിടെയായി ഈ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു? അല്ല, അതെന്തോ ആകട്ടെ ശ്രീമതി രമ, അത് ശരിയായിരിക്കാം, താങ്കൾ പറയുന്നതായിരിക്കും. ഇവര് നിയമം ഉണ്ടാക്കിയാണ്, നിങ്ങൾ സമരം നടത്തി ശരിയാണ്, പക്ഷെ നിയമം ഉണ്ടാക്കാൻ വന്നാൽ ഞങ്ങളിതാ കൈയടിച്ച് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു എന്നല്ലേ പറയേണ്ടത്? ആവശ്യമല്ലേ അവർ നടപ്പാക്കുന്നത്? സനീഷ്, ഇത്രയും കാലം ഇല്ലാത്ത ഒരു ശബരിമല പ്രേമവും ഭക്തജന പ്രേമവും നിയമവും നിയമ ആരാധനയും ഒക്കെ എന്നാണ് കോൺഗ്രസ്സുകാർക്കുണ്ടായത്? ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അതിൽ സന്തോഷിച്ച് കൈയടിക്കുന്നവരല്ല ഞങ്ങൾ. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഇതിൽ ഇൻവോൾവ് ചെയ്ത ഞങ്ങൾക്കറിയാം. അന്ന് ഒന്നും പറയാതെ അധരവ്യായാമം മാത്രമായി ഇതിൽ ഇടപെടാത്തവരാണ് കോൺഗ്രസ്സുകാർ. അന്ന് കോൺഗ്രസ്സുകാർ ശക്തമായി പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ശബരിമലയിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. കാരണം സംയുക്തമായിട്ട് കേരളത്തിലെ മുഴുവൻ ഭക്തജനങ്ങളും കോൺഗ്രസ്സുകാരും BJP-ക്കാരും ഒക്കെ ഇതിനെതിർക്കാൻ വന്നില്ല. അപ്പോൾ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ഉള്ളിലൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ഇപ്പോൾ എലക്ഷൻ വന്നപ്പോൾ 2019 നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു, വോട്ട് ഞങ്ങൾക്ക് ശബരിമല ഭക്തരുടെ വോട്ടുകൾ BJP-ക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കോൺഗ്രസ്സിന് കിട്ടാത്ത വോട്ട്, ആ വോട്ട് ഭക്തജനങ്ങളുടെ ഹിന്ദുക്കളുടെ ഇടയിൽ നിന്ന് വോട്ട് കിട്ടില്ല എന്ന സംശയം വന്നപ്പോഴാണ് കോൺഗ്രസ്സുകാർ ഇപ്പൊ ശബരിമലയിലേക്ക് കടന്നത്. ആത്മാർത്ഥതയില്ലെന്ന്, സത്യസന്ധതയില്ല എന്നുള്ള വാക്ക് കൂടി ഞാൻ ചേർക്കുകയാണ്. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീമതി രമ, ഞാൻ താങ്കളിലേക്ക് വരാം. എല്ലാവരിലേക്ക് ഒന്നുകൂടെ പോട്ടെ. ശ്രീമതി അപർണ ശിവകാമി കൂടെ നമ്മോടൊപ്പം ചേരുന്നു. അപർണ, എങ്ങനെയാണ് ഈ സംഭവത്തെ കാണുന്നത്? അതായത് രണ്ട് കാര്യങ്ങളുണ്ട്. അങ്ങനെ വോട്ട് കിട്ടാൻ, അതായത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഏറ്റവും നിർണായകമായ നിലപാടുകളും തീരുമാനങ്ങളും മാത്രം ആലോചിച്ച് സ്വീകരിക്കുന്ന, ഏത് രാഷ്ട്രീയ പാർട്ടിയും ആലോചിച്ച് മാത്രം സ്വീകരിക്കുന്ന ഒരു കാലത്ത് ശബരിമലയിൽ നിയമനിർമ്മാണം, സ്ത്രീകളെ ഒഴിവാക്കി നിർത്താനുള്ള നിയമനിർമ്മാണം നടത്തിയാൽ വോട്ട് കിട്ടും എന്ന് UDF വിചാരിക്കുന്നു. അങ്ങനെ വോട്ട് കിട്ടുന്നൊരു ജനപ്രിയ നിലപാടായിരിക്കുമോ അത്? എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? UDF-ന്റെ നിയമനിർമ്മാണത്തിനുള്ള തീരുമാനം കേൾക്കുമ്പോൾ അയ്യോ എന്ന് ഞെട്ടാൻ മാത്രം രാഷ്ട്രീയ പാപ്പരത്വമോ അറിവില്ലായ്മയോ നിലവിൽ എനിക്കില്ല. അയ്യേ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് 2018 മുതൽ കേരളത്തിലെ എല്ലാ വേദികളിലും കോൺഗ്രസും സംഘപരിവാറും നിരന്തരം കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ വോട്ടിന് വേണ്ടിയുള്ള സുവർണാവസരം മുതലെടുക്കാനുള്ള ഈ കളി കേരളത്തിലെ സാധാരണ അത്യാവശ്യം ബോധമുള്ള മനുഷ്യർക്കൊക്കെ മനസ്സിലാവാത്തൊന്നുമില്ല. ഇവർ രണ്ടുപേരും വിശ്വാസികളുടെ രക്ഷകർത്താക്കളാവാൻ വേണ്ടി ആത്മാർത്ഥതയെ പറ്റിയാണ് ഇവിടെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്താണ്. ഒരു നിമിഷം അപർണ, ഞാൻ തിരിച്ചു വരാം. അവിടെ എനിക്ക് തോന്നുന്ന സൂമിന് ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. സാങ്കേതിക ബുദ്ധിമുട്ട് പരിഹരിക്കാൻ താങ്കളിലേക്ക് വരാം. ആ അഭിപ്രായം കേൾക്കേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് അജയകുമാർ, താങ്കൾ നേരത്തെ പറഞ്ഞു ഒന്ന് തുടരുമോ? രണ്ടാമത്തെ എൻ്റെ ചോദ്യം അവിടെയുണ്ട് താങ്കൾക്ക് മുന്നിലേക്ക്. ഈ പറയുന്ന ആചാര ലംഘനത്തിന് ഒരു ക്രിമിനൽ കുറ്റമാണ് എന്ന നില നിയമം പ്രകാരം സ്ഥാപിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യം എൻ്റെ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ടുണ്ട്. ഒപ്പം അജയ് തറയിൽ പറഞ്ഞ കാര്യങ്ങളുള്ള പ്രതികരണവും. ഞാൻ ബഹുമാന്യനായ അജയ് തറയിൽ പറഞ്ഞതിന് ഒരു കാര്യം അദ്ദേഹത്തോട് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഉൾപ്പെട്ട ആളല്ല, അതിനെ അന്ധമായി പിന്തുണയ്ക്കുന്ന ആളുമല്ല. അത് പലപ്പോഴും ചർച്ചകളിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താണ് എൻ്റെ അഭിപ്രായത്തിൽ ശരി നിയമം എന്ന് തോന്നുന്നത് തുറന്നു പറയുന്ന സ്വഭാവമുള്ളതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞത് ശ്രീ അജയ് തറയിലിന് രുചിക്കാത്തതാവുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞു ഞാൻ ആർട്ടിക്കിൾ 27 വിട്ടുകളഞ്ഞുവെന്ന്. അത് വളരെ വളരെ മോശമായിപ്പോയി. കാരണം ആർട്ടിക്കിൾ 27 പറയുന്നത് ഈ രാജ്യത്ത് ഒരു മതവിഭാഗത്തിനും വേണ്ടി സർക്കാർ മതക്കരം ഏർപ്പെടുത്തരുത് എന്നുള്ളതാണ്. അതും ശബരിമല വിഷയവുമായിട്ട് എന്ത് ബന്ധമാണുള്ളതെന്ന് അജയ് തറയിൽ ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന അദ്ദേഹം പഠിക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, ബഹുമാനായ അജയ് തറയിൽ ഈ സുപ്രീം കോടതി വിധിക്ക് ശേഷം ഹാജി ദർഗയിലും നമ്മുടെ മഹാരാഷ്ട്ര ക്ഷേത്രത്തിലും സ്ത്രീകൾ പ്രവേശിച്ചു തുടങ്ങി. അവിടെയുള്ള വിശ്വാസികളുടെ കൂടെ
നിങ്ങൾ എന്തുകൊണ്ട് പോയി അവിടെ ചെറുത്തില്ല? അത് കോൺഗ്രസ് ഒരു ഓൾ ഇന്ത്യ പാർട്ടിയല്ലേ, ഒരു നാഷണൽ പാർട്ടിയല്ലേ? അത് കേരളത്തിലെ ചങ്ങനാശ്ശേരി പരിസരത്തോ കോട്ടയത്തോ പത്തനംതിട്ടയിലോ മാത്രം പ്രവർത്തിക്കേണ്ട ഒരു നയമാണോ താങ്കൾക്കും താങ്കളുടെ പാർട്ടിക്കും ഉണ്ടാകേണ്ടത്? അത് ശരിയല്ല. ഇനി സനീഷ് ചോദിച്ച രണ്ടാം ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഇവിടെ ഒരു ഭരണഘടനാ ലംഘനം നടത്തിക്കൊണ്ട് ഒരു നിയമമുണ്ടാകുകയും ആ നിയമത്തിൽ ഒരു ക്രിമിനൽ കുറ്റം കൂടെ എഴുതി ചേർക്കുകയും ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ അത് അസ്ഥിരപ്പെടുന്നു. ഒന്ന്, ഭരണഘടനാപരമായ അവകാശത്തെ ഉപയോഗിക്കുവാൻ ശ്രമിക്കുന്ന ഒരാൾക്കെതിരെ ഒരു നിയമവും നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു പീനൽ ക്ലോസ് അയാൾക്കെതിരെ ഇല്ലെങ്കിൽ അവർക്കെതിരെ ഒരു കാരണവശാലും ഈ രാജ്യത്ത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ആചാരങ്ങൾ തീരുമാനിക്കേണ്ടത് തന്ത്രിമാരാണ് എന്ന് പറയുമ്പോൾ തന്ത്രിയോ മന്ത്രിയോ വിചാരിച്ചാൽ ഈ രാജ്യത്തെ ഭരണഘടനയുടെ മൗലിക അവകാശം മാറ്റി എഴുതാൻ കഴിയില്ല എന്ന് ചിന്തിക്കുവാനുള്ള സാമാന്യ ബോധം അദ്ദേഹത്തിനുണ്ടാകട്ടെ. മാത്രവുമല്ല, ഭരണഘടനയുടെ 3-ാം അധ്യായം എന്ന് പറയുന്ന ഭരണഘടനാ അവകാശം, അതായത് നമ്മുടെ മൗലിക അവകാശങ്ങൾ ഒരു കാരണവശാലും മാറ്റപ്പെടുവാൻ നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ ആലയമായ പാർലമെൻറ്റിന് പോലും കഴിയില്ല എന്ന് ഇവിടെ സുപ്രീം കോടതി വിധിച്ചു കഴിഞ്ഞു വർഷങ്ങളായി. കാരണം ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കനോട്ട് ബി അമെൻഡഡ്. ശരി, ഈ ബേസിക് സ്ട്രക്ചർ, ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഒന്നും തന്നെ മാറ്റം ചെയ്യാൻ പാടില്ല, അത് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഭരണഘടനയുടെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടുന്ന 25, 26 വകുപ്പുകളിൽ പറയുന്ന റിലീജിയസ് ഫ്രീഡം എങ്ങനെയാണ് ഇവർ നിയമം മൂലം ഉന്മൂലനം ചെയ്യും എന്ന് പറയുന്നത്? ശരി, ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് രാജഗോപാൽ, ശ്രീ അജയ് തറയിൽ, ശ്രീമതി VT രമ ഞാൻ വരാം. അപർണ, ഞാൻ നേരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇങ്ങോട്ട് ശബ്ദം ആ സൂം വഴി കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇടപെട്ടത്. ഞാൻ താങ്കളിലേക്ക് വന്നുകൊള്ളാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ അജയ് തറയിൽ, രണ്ട് തരത്തിലുള്ള വിമർശനങ്ങളാണ്. ഒന്നീ നിയമം നിലനിൽക്കുന്നതാണോ എന്ന സംശയം അവിടെയുണ്ട്. സുപ്രീം കോടതിക്ക് മുമ്പാകെ ഉള്ളൊരു കേസ്, അത് എന്ത് വിധി വന്നാലും ഞങ്ങൾ നടപ്പാക്കുമെന്ന് ഇടതുപക്ഷം പറയുമ്പോൾ നിങ്ങൾ പക്ഷേ നിയമം തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിറങ്ങുന്നു. ശ്രീമതി VT രമ ചൂണ്ടിക്കാണിച്ചതുപോലെ BJPക്കാണെങ്കിൽ ഇത് ആ കാലത്ത് പ്രത്യേകിച്ച് ഒരു സമരവും ചെയ്യാതെ വാർത്താ സമ്മേളനങ്ങൾ മാത്രം നടത്തിയിട്ട് ഇപ്പോൾ വോട്ടിന് വേണ്ടിയിട്ട് ആളുകളെ പറ്റിക്കുന്നൊരു ഏർപ്പാടാണെന്നാണ് അവർ പറയുന്നത്. സനീഷ, ഇവിടെ ഞങ്ങൾ അന്നും ആവശ്യപ്പെട്ടു സംസ്ഥാന ഗവൺമെൻറ്റിനോടും കേന്ദ്ര ഗവൺമെൻറ്റിനോടും നിയമം ഉണ്ടാക്കണം, ഓർഡിനൻസ് കൊണ്ടുവരണം. BJP അതിന് മുതിർന്നില്ല. അന്ന് അവരാണ് അധികാരത്തിലിരിക്കുന്നത്, ഇപ്പോഴും അവരാണ് അധികാരത്തിലിരിക്കുന്നത്. അതിന് ശ്രമിക്കാത്ത BJPക്ക് ശബരിമല വിശ്വാസികൾക്ക് വേണ്ടി പറയാൻ യാതൊരു അവകാശവുമില്ല. അവർ സമരം ചെയ്തത് ഒരു സുവർണാവസരം ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു സമരമായിരുന്നതിനപ്പുറത്തേക്ക് അത് ക്ലിക്ക് ചെയ്യാതെ പോയൊരു കാര്യമാണ് എന്നത് മറ്റൊരു കാര്യം. ഇവിടെ പറയുന്ന മുഖ്യമായ വിഷയം ഭരണഘടനാ ലംഘനമില്ലാത്ത ഒരു വിഷയമാണിത്. ഇത് ഷെഡ്യൂൾ 7-ൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. കേരള നിയമസഭ നിയമമുണ്ടാക്കുന്ന സഭയാണ് നിയമസഭ. ആ നിയമസഭയിൽ ഒരു നിയമമുണ്ടാക്കിയാൽ ആ നിയമത്തിന് തീർച്ചയായിട്ടും പരിരക്ഷയുണ്ട്. സെക്ഷൻ 26-ൽ റിലീജിയസ് ഡിനോമിനേഷൻ, ഞങ്ങൾ റിലീജിയസ് ഡിനോമിനേഷനാണ് ശബരിമല, അത് ഞങ്ങളുടെ കരടിൽ പറഞ്ഞിരിക്കുന്നു. അവിടെ കറുത്ത മുണ്ടെടുക്കണം, ഗുരുവുണ്ട്, എല്ലാ തരത്തിലും അതൊരു റിലീജിയസ് ഡിനോമിനേഷനാണ്. ആ റിലീജിയസ് ഡിനോമിനേഷൻ എന്ന സ്ഥലത്ത് തന്ത്രി പറയുന്ന പോലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കാത്തവർക്ക് ശിക്ഷ കൊടുക്കാനുള്ള നിയമം ഉണ്ടാക്കാൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 26 തന്നെയാണ് അനുശാസിക്കുന്നത്. അതുകൊണ്ടാണ് ഏതായാലും അജയകുമാർ മാത്രമല്ലല്ലോ വക്കീലുള്ളത്.
ഇന്ത്യയിലെ നിരവധി അഡ്വക്കേറ്റുമാരുണ്ട്, കേരളത്തിൽ നിരവധി അഡ്വക്കേറ്റുമാരുണ്ട്. ഈ വിധി എഴുതുന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം എഴുതിയ ഇന്ദു മൽഹോത്ര അത് വളരെ വ്യക്തമായി, വളരെ കൃത്യമായി ഭൂരിപക്ഷ വിധിയാണല്ലോ ഇവിടെ വന്നത്. അവിടെ ന്യൂനപക്ഷ വിധിയുണ്ട്. ആ വിധിക്കകത്ത് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അവിടെ ശ്രീ അജയ് തറയിൽ അവിടെ ഒരു പ്രശ്നമുള്ളത്, നമ്മുടെ മുന്നിൽ ഈ അഞ്ചംഗ ബെഞ്ചിന്റെ വിധി അതിനുശേഷം അത് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ട് 7 അംഗ ബെഞ്ചിലേക്ക് വിടുകയും ചെയ്തിട്ടുണ്ട്. അതായത് വളരെ ഗൗരവത്തോടു കൂടി നിയമ വൃത്തങ്ങളാകപ്പാടെ നമ്മുടെ നാട്ടിലെ ഏറ്റവും ഉന്നതമായ നിയമ സംവിധാനങ്ങളാകപ്പാടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. താങ്കൾ ഇപ്പോൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഈ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട 7 സംഗതികൾ, ചോദ്യങ്ങളുടെ ഉത്തരമാണല്ലോ ഈ പുനഃപരിശോധനയ്ക്ക് ശേഷം 7 അംഗ ബെഞ്ച് പരിഗണിക്കാൻ വേണ്ടി പോകുന്നത്. അവരുടെ കൈവശമുള്ള കാര്യങ്ങളിൽ ഒന്ന് മതാചാരങ്ങൾ ഏതെന്ന് ആരാണ് നിശ്ചയിക്കേണ്ടത് എന്ന ചോദ്യവുമുണ്ട്. മതാചാരങ്ങൾ എന്നത് ആരാണ് നിശ്ചയിക്കേണ്ടത്? കോടതിയാണോ മതമേധാവികളാണോ നിശ്ചയിക്കേണ്ടുന്ന ഒരു കാര്യം അതിനകത്തുണ്ടെന്ന് വെച്ചാൽ ആ ചോദ്യം തീർപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നതമായ നീതിന്യായ സംവിധാനങ്ങൾ ആലോചനകളിലേക്ക് പോകുന്നുവേ ഉള്ളൂ. അങ്ങനെ അവിടെ പരിഗണിച്ച് തീർപ്പാകേണ്ടുന്ന ഒരു കാര്യത്തിൽ കേരളത്തിൽ ആസിഫ് അലി വക്കീലും നിങ്ങൾ കോൺഗ്രസും UDF നേതൃത്വവും എല്ലാം ചേർന്നിട്ട് ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ഇന്നതാണ് ആചാരങ്ങൾ എന്ന് പറഞ്ഞൊരു കോടതി നിയമം ഉണ്ടാക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, സുപ്രീം കോടതിയുടെ ഉന്നതാധികാര സമിതി, ഏറ്റവും വലിയ സംഘം, അവിടെ 7 അംഗ ബെഞ്ചുണ്ടാക്കിയിട്ട് പരിശോധിക്കുന്ന കാര്യങ്ങളിൽ ഇവിടെ ആസിഫ് അലി വക്കീലും നിങ്ങളെല്ലാവരും ചേർന്ന് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയാൽ നിൽക്കുമോ എന്നത് വളരെ പ്രാഥമികമായി തന്നെ നിൽക്കില്ല എന്ന ഉത്തരം കിട്ടില്ലേ ശ്രീ അജയ് തറയിൽ? ഈ ആചാരങ്ങളെ കുറിച്ച് ഉള്ള ആക്റ്റാണിത്. ആചാരങ്ങളെക്കുറിച്ചുള്ള മാനുവലാണ് ഈ മാനുവൽ. ഇതെല്ലാം ഈ രാജ്യത്ത് നിലനിന്ന് പോരുന്ന നിയമത്തിൻ്റെ പരിരക്ഷയിൽ നിൽക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ആചാരം തീരുമാനിക്കുന്നത് ഞങ്ങളാണ് എന്ന് പറയാൻ ലോകത്താരുമില്ല. ആചാരം തീരുമാനിക്കുന്നത് ഓരോ മതങ്ങളും അവരുടെ പ്രീസ്റ്റുകളുമാണ്. ഷബാനു കേസിനകത്ത് സുപ്രീം കോടതിയുടെ വിധിയുണ്ടായപ്പോൾ ഇന്ത്യയിലെ ശരീഅത്തിൽ വിശ്വസിക്കുന്ന, ശരീഅത്തിൽ ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് ശരീഅത്ത് നിയമങ്ങൾക്കനുസരിച്ച് ആയിരിക്കണം ഇന്ത്യയിലെ തീരുമാനം എന്നതുകൊണ്ട് സുപ്രീം കോടതി വിധിയെ ഓവർറൂൾ ചെയ്ത് രാജീവ് ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ നിയമം കൊണ്ടുവരാമെങ്കിൽ ഈ രാജ്യത്ത് ആചാര അനുഷ്ഠാനങ്ങളെ ഒരു ശക്തിക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുകയാണ് ആ ആചാര അനുഷ്ഠാനങ്ങളെ പാലിക്കണം. ഇന്ത്യൻ ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് നിലനിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ അതിൽ ഭരണഘടനയ്ക്ക് കൈകടത്താൻ പാടില്ല എന്ന് പോലും ഭരണഘടനയിൽ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ ഈ മഹാരാഷ്ട്രയിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ പോകുന്നില്ല. ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. അയ്യപ്പ സന്നിധിയിൽ ഇപ്പോൾ ഉണ്ടായ പ്രശ്നം എന്താ? ഇത്രയും കാലം 100 കോടിയും 200 കോടിയും 250 കോടിയും വരുമാനം ഉണ്ടായിരുന്ന ശബരിമലയിൽ 20 കോടി രൂപയായി അവരുടെ വരുമാനം താഴുകയും ഒരു ശ്മശാനം പോലെ ശബരിമല, ഞാൻ ഇത്തവണ 3 പ്രാവശ്യം പോയവനാണ് സീസണിൽ. ഞാൻ എല്ലാ മാസവും പോകുന്നവനാണ്. ശ്മശാനം പോലെ ശബരിമലയാക്കിയ ഒരു ഗവൺമെന്റ്, ശ്രീ അജയ് തറയിൽ താങ്കൾ നേരത്തെ മറ്റൊരു ചാനൽ പറയുകയും ആളുകൾ ഇങ്ങനെ അത് വാട്സാപ്പിലൂടെ അയച്ച് ഞാനും കേട്ടതാണ്. ഇത് കോവിഡ് കൊണ്ടല്ലേ അങ്ങനെ ഉണ്ടായത്? ആളില്ലാതായി പോയത് ഈ കേസും മറ്റും ബന്ധപ്പെട്ടല്ലോ. കോവിഡ് നമ്മുടെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് എല്ലാ ആളുകളും മാറ്റിയില്ലേ? എല്ലാ അമ്പലങ്ങളിലും ആളൊഴിഞ്ഞില്ലേ? അമ്പലമല്ല സരീഷേ, മാളിൽ 30,000 പേർക്ക് കയറാം, ബസ്സിൽ തിക്കി നിറഞ്ഞ് യാത്ര ചെയ്യാം. ശബരിമലയിൽ 2,000 പേർക്ക് കയറാൻ പാടുള്ളൂ. എന്താണ് ശബരിമലയോടുള്ള എതിർപ്പ്? ശബരിമലയെ നശിപ്പിക്കാനുള്ള ഇടതുപക്ഷ മുന്നണിയുടെ ത്വര അതാണ് ഇത്തവണയും കണ്ടത്. അതുകൊണ്ടാണ് UDF ഈ രാജ്യത്ത് പറയുന്ന 200 കോടി ഉണ്ടായിരുന്ന 20 കോടിയായി മാറിയെന്ന് പറയുമ്പോൾ അവിടേക്ക് ആളുകൾ പോകേണ്ടുന്ന സമയത്ത് വന്നില്ല. കോവിഡ് കാലത്ത് നിശ്ചയമായിട്ടും അവിടെ ക്ഷേത്രമായതുകൊണ്ട് ശ്മശാന മുഖത എന്നൊക്കെ പറയാമോ എന്ന് എനിക്കറിയില്ല. എന്നാൽ അവിടെ ആളുണ്ടായിരുന്നില്ല. അതൊരു വസ്തുതയല്ല. അതിന് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്താണ് അതിന് കാര്യമുള്ളതെന്ന് എനിക്കറിയില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾ പറയുന്ന അല്ല സതീഷ്, കയറ്റി വിട്ടില്ല. കയറ്റി വിടാൻ പറ്റില്ലല്ലോ ശ്രീ അജയ് തറയിൽ. കോവിഡല്ലേ താങ്കൾ ഈ പറയുന്നത്? ഇപ്പോഴത്തെ കാര്യമല്ലേ? ഇപ്പോഴത്തെ കാര്യം ആളുകളിലൊക്കെ ആളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിലൊക്കെ ആളുണ്ട്. 25,000 പേർക്ക്
5 കിലോമീറ്റർ, ശബരിമല മുതൽ പമ്പ വരെയുള്ള 5 കിലോമീറ്റർ 25,000 പേർക്ക് ഒരു 3 മീറ്റർ അകലത്തിൽ നിന്നാലും കുഴപ്പമില്ല. അത്രയും നിൽക്കാനുള്ള സൗകര്യമുള്ള സ്ഥലത്ത്, വിശാലമായ സ്ഥലത്ത് ആളെ കയറ്റി വിടാതെ ശബരിമലയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റിനെ, ആ ഗവൺമെന്റിനെതിരെയുള്ള ജനങ്ങളുടെ വികാരമുണ്ടാക്കാൻ, ആ വിശ്വാസികളുടെ ഉറപ്പ് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു നിലപാട് UDF എടുക്കേണ്ടി വന്നു. ജനങ്ങളുടെ വികാരം ഉണ്ടാക്കാൻ നിലപാടെടുക്കുകയാണെങ്കിൽ എടുത്തുള്ളത് ആ തരത്തിലുള്ള ചർച്ചകളിലേക്ക് നമുക്ക് പോകാം. ഞാൻ പറയാം അടുത്ത രാജകുമാറിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീമതി അപർണ, ഇവിടെ ഇതാണ് ഈ നിലപാട് അദ്ദേഹം പറയുന്ന ആ നിലപാട് നേരത്തെ ശ്രീ അജയ് തറയിലൊക്കെ വളരെ ശക്തമായിട്ട് ആദ്യം മുതലേ എടുത്തതാണ്. BJPക്കും ആ നിലപാടുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത് അപർണ, ഇത് നാട്ടിൽ ജനങ്ങൾക്ക് പ്രിയങ്കരമാകും, വോട്ട് കിട്ടാൻ ഈ നിലപാടാണ് വേണ്ടത്, സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കരുത് എന്നതിനുള്ളൊരു തെളിവായിട്ട് വേണ്ടേ കാണാൻ? അതായത് കേരളം ആകപ്പാടെയും കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും വിചാരിക്കുന്നത് അങ്ങോട്ടേക്ക് സ്ത്രീകൾ പോകരുത് എന്ന് തന്നെയല്ലേ? അതല്ലേ ഈ ജനപ്രിയമായിട്ടുള്ളൊരു നിലപാട് വോട്ട് ശേഖരിക്കാനായിട്ട് മുന്നോട്ട് വെക്കാൻ ആലോചിക്കുമ്പോൾ ഈ സ്ത്രീ പ്രവേശനം തടഞ്ഞുകൊണ്ടുള്ള നിയമം ഉണ്ടാക്കി കളയാം എന്ന് കോൺഗ്രസിന് തോന്നാൻ കാരണമാകുന്നത്? ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം എന്ന് ഇവർ അവകാശപ്പെടുന്നത് ഇവരുടെ അണികളെ മാത്രമാണെന്ന് ഇപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനില് വളരെ വ്യക്തമായി കേരളം അവർക്ക് കാണിച്ചു കൊടുത്തതാണ്. ഇതിപ്പോ സംഘപരിവാറിനെ തോൽപ്പിക്കാൻ സംഘപരിവാറിന്റെ അപ്പനാവുക, അതാണ് കോൺഗ്രസ് ഇപ്പോ നിയമനിർമ്മാണം നടത്തും എന്നൊക്കെ വെറുതെ ഒരടിസ്ഥാനം ഇല്ലാതെ പറയുന്നതാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിരുന്നു. ഇതൊക്കെ കൃത്യമായിട്ട് സംഘപരിവാർ അജണ്ടയെ കോൺഗ്രസ് അറിഞ്ഞോ അറിയാതെയോ, അത്ര നിഷ്കളങ്കമാണ് കോൺഗ്രസിലെ നേതാക്കൾ എന്ന് കരുതേണ്ട ഒരു കാര്യവുമില്ല. അവരുടെ എല്ലാ രാഷ്ട്രീയത്തിനും പിന്തുണ കൊടുത്തുകൊണ്ട് അവരെക്കാൾ മത്സരിച്ച് അവരുടെ മുന്നിലെത്താൻ വേണ്ടി കോൺഗ്രസ് പെടാപ്പാട് പെടുന്നതാണ് സത്യത്തിൽ ഇവിടെ കാണുന്നത്. നമുക്ക് സത്യത്തിൽ വളരെ സഹതാപം തോന്നുന്നുണ്ട്. ഇവർ ഈ ശബരിമലയെ രക്ഷിക്കാൻ വേണ്ടി എടുക്കുന്നു എന്ന് പറയപ്പെടുന്ന ആവേശത്തിന്റെ ഒരു 100-1 ഭരണഘടനയുടെ കാര്യത്തിലും കൂടെ ഒന്ന് കാണിച്ചാൽ വളരെ നന്നാകുന്ന ഒരു അഭിപ്രായവുമുണ്ട്. ഏറ്റവും പറഞ്ഞത് നെഹ്റുവിന്റെയും അംബേദ്കറുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും അവകാശ അധികാരങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു പുസ്തകമാണല്ലോ. അതിനെ ഭേദഗതി ചെയ്യുന്ന എന്ത് കാര്യത്തോടും ഇവർക്ക് വളരെ യോജിപ്പാണ്. അത് ഈ നാട്ടിലെ ജനാധിപത്യത്തെയും ജനങ്ങളുടെ അവകാശത്തെയും ഏത് രീതിയിൽ മോശമായിട്ട് ബാധിച്ചാലും ഇവർക്കൊരു പ്രശ്നവുമില്ല. ഇവർക്ക് വോട്ട് കിട്ടണം, അധികാരം കിട്ടണം. ഇത്തരം കള്ളക്കളികൾ വളരെ കാലം മുൻപ് തൊട്ടേ കോൺഗ്രസ് നമ്മുടെ സമൂഹത്തിൽ കാണിച്ചുകൊണ്ടിരുന്നതാണ്. BJP കുറച്ചും കൂടി പ്രകടമായി കാണിക്കുന്നു. അത്ര കള്ളത്തരമില്ല എന്ന് മാത്രം. BJP പണ്ട് തൊട്ടേ ബാബറി മസ്ജിദ്, രാമജന്മഭൂമി പറഞ്ഞു നിന്നപ്പോൾ കോൺഗ്രസ് കൃത്യമായി ലൈറ്റായിട്ട് ഇടയിൽ കൂടി അതേ രാഷ്ട്രീയത്തിന്റെ എല്ലാ ഇതും പിൻപറ്റാൻ വേണ്ടി ശ്രമിക്കുകയും അതിന്റെ ഫലമായിട്ടാണ് അപർണ. പക്ഷേ ഇവിടെ നേരത്തെ വലിയ നിലപാടെടുത്ത നവോത്ഥാന സമരങ്ങളും വനിതാ മതിലും ഒക്കെ നടത്തിയ CPM-നും അത് ചെയ്യാൻ സാധ്യമാകുന്നില്ലല്ലോ, അവരും അത് ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ വലിയ തോതിൽ അത് ചർച്ചയാകരുത് എന്ന് ആശങ്കപ്പെട്ട്, ചർച്ചയായാൽ വലിയ ദോഷമുണ്ടാകുമല്ലോ എന്ന് ആശങ്കപ്പെട്ട് നിൽക്കുകയല്ലേ CPM-ഉം? അപ്പോൾ കേരളത്തിൽ സ്വാഭാവികമായിട്ടും അതെ, തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്ന ഒരു സമയമാണ്. തെരഞ്ഞെടുപ്പിൽ നമ്മൾ എന്തു പറഞ്ഞാണ് ജനങ്ങളെ അവരുടെ ശ്രദ്ധ ഏതിലേക്കാണ് കൂടുതൽ കൊണ്ടുവരേണ്ടത് എന്നത് ഓരോ രാഷ്ട്രീയ കക്ഷിക്കും എടുക്കാവുന്ന തീരുമാനമാണ്. കോൺഗ്രസും BJP-യും അത് ശബരിമലയിൽ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. CPM അതിൽ കേന്ദ്രീകരിക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് ആ രാഷ്ട്രീയ കക്ഷിയുടെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് നേട്ടങ്ങളെ പറ്റി പറഞ്ഞ് ജനങ്ങളുടെ അടുത്ത് ശരി, ഞാൻ തിരിച്ചു വരാം. നമുക്ക് നമ്മുടെ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് പോകേണ്ടതാണ്. ശ്രീമതി VT രമ, ഇവിടെ ഉന്നയിക്കപ്പെടുന്നൊരു ചോദ്യമുണ്ടല്ലോ. കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് BJP-ആണ്, കേന്ദ്രം ഭരിക്കുന്നത് BJP-ക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. കേരളത്തിൽ ഇവിടെ ഇപ്പോൾ ഒരു കരട് നിയമം ഉണ്ടാക്കിയിട്ട് അധികാരത്തിൽ വരികയാണെങ്കിൽ UDF നിയമം കൊണ്ടുവരുമെന്ന് പറയുന്ന അതേ നിലപാട് തന്നെ BJP-ക്കും സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങളിതാ ശബരിമലയെ പ്രത്യേകമായൊരു സംവിധാനമായിട്ട് കണ്ടിട്ട്, അവിടുത്തെ അയ്യപ്പ ഭക്തരെ പ്രത്യേകമായൊരു മത ഉപവിഭാഗമായിട്ട് കണ്ടിട്ട് അവർക്ക് വേണ്ട നിലപാട് ഞങ്ങൾ സമരം ചെയ്ത് ചോര ചിന്തിയ നിലപാട് നിയമപ്രകാരം സ്ഥാപിതമാക്കിയേക്കാമെന്ന് വിചാരിക്കാവുന്നതല്ലേ ഉള്ളൂ. BJP-ക്ക് അത് ചെയ്തുകൂടായിരുന്നോ? ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? സനീഷ്, BJP-യുടെ നിലപാടെന്ന് പറയുമ്പോൾ ഇത് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസാണ്. സുപ്രീം കോടതിയുടെ കയ്യിലിരിക്കുന്ന ഒരു കേസിന് അഹങ്കാരത്തോടെ ഞങ്ങൾ നിയമം കൊണ്ടുവരും എന്ന് പറയാനുള്ള ഔദ്ധത്യം ഇപ്പം തൽക്കാലം BJP-ക്ക് ഇല്ല.
ഞങ്ങൾ സുപ്രീം കോടതിയെ നമിക്കുന്നുണ്ട്. പിന്നെ ഈ കോൺഗ്രസിന് എന്താണ് ധാർമ്മികത ഇതിൽ പറയാനെന്നാണ് ഞാൻ ഇത്രയും നേരം ചോദിച്ചത്. എന്താണ് കോൺഗ്രസിൻ്റെ ധാർമ്മികത? ഒന്ന്, അന്ന് ചെയ്തില്ല. 2, നിയമം കൊണ്ടുവരാൻ സബ്ജുഡീസ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നിയമം കൊണ്ടുവരുമെന്ന് കട്ടായമായി പറയുന്നത് തന്നെ തെറ്റാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഭരണത്തിലില്ല, ഇന്ത്യ മഹാരാജ്യത്തിൽ കാര്യമായിട്ടൊരു ഭരണവും ഇല്ല, കേന്ദ്രത്തിൽ അടുത്ത കാലത്തൊന്നും ഇനി കോൺഗ്രസ് വരുമെന്ന് പോലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അരിമണിയൊന്ന് കുറിപ്പാനില്ല, തരിവളയിട്ട് കിലുക്കാൻ മോഹം എന്ന് പറയുന്ന മാതിരി ഇപ്പം നിയമനിർമ്മാണം കൊണ്ടുവരും എന്നൊക്കെ പറയുന്നത് ജനത്തിൻ്റെ മുന്നിൽ ജനങ്ങളെ കൊച്ചാക്കുക, ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു നയമാണ്. പക്ഷെ ശ്രീ അജയ് തറയിൽ ഒരു കാര്യം സമ്മതിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം രാജീവ് ഗാന്ധി ഷബാനു കേസ് കൊണ്ടുവന്നപ്പോൾ അതിനെ ഭേദഗതി കൊണ്ടുവന്ന കഥ സൂചിപ്പിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞു ശരീഅത്തിനനുസരിച്ച് വേണം നിയമം എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞതെന്നാണ് പറഞ്ഞത്. ശരിയാണ്. കോൺഗ്രസ് എപ്പോഴും എങ്ങനെയാണ് ഏതെങ്കിലും ന്യൂനപക്ഷം അല്ലെങ്കിൽ മതവിഭാഗങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് വോട്ട് ബാങ്ക് ഉണ്ടാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് ജീവിക്കുന്നത്. നാളെ ഇതുവരെ ജീവിച്ചതും ഇനി ജീവിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അങ്ങനെ നോക്കൂ, എത്ര ഭംഗിയായിട്ടാണ് ശ്രീ അജയ് തറയിൽ കോൺഗ്രസിന്റെ സ്ത്രീ വിരുദ്ധത പ്രകടമാക്കിയത്. ഈ ചർച്ചയിൽ ഞാൻ വളരെ സന്തുഷ്ടയാണ്. കാരണം കോൺഗ്രസ് സ്ത്രീ വിരുദ്ധമാണ് എന്ന് ഷാബാനു കേസിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയാതെ പറഞ്ഞു. കാരണം വിശ്വാസ സംരക്ഷണത്തിന് ഏത് മതമാണെങ്കിലും ഞങ്ങൾ ഒരേ പറഞ്ഞത് എന്താണ്? സ്ത്രീകൾക്ക് പോകാമെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്? സ്ത്രീകൾക്ക് പോകാൻ വേണ്ടി നിയമം കൊണ്ടുവരുന്ന ആള് സ്ത്രീകളുടെ മൊത്തത്തിലെ മുസ്ലിം സഹോദരിമാരുടെ വേദനയ്ക്കെതിരെ ഒരു നിയമം വന്നപ്പോൾ അവിടെ ശരീഅത്താണ് ശരി എന്ന് പറയുമ്പോഴേ മതമാണോ ശരി, അവകാശമാണോ ശരി എന്ന് ഒരു ചോദ്യം വരുന്നുണ്ട്. ശ്രീ അജയ് അതോ ഞാൻ പറയാതിരിക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് മാത്രമല്ല, 2018 ഒക്ടോബറിൽ തുടങ്ങിയതാണ് ശബരിമല പ്രക്ഷോഭം സമരം. 2.5 കൊല്ലം എടുത്തു ഒരു നിയമം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസിന് ആലോചിക്കാൻ. ഇത്രയും കാലം വന്നില്ല. അപ്പോൾ ഇപ്പൊ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത് ചിന്തിക്കുന്നത് എന്നും കൂടി ഒന്നുകൂടി പറയാൻ സമ്മതിക്കണം. കാരണം ഇവർക്കൊക്കെ ധാരാളം സമയം കൊടുത്തത് കൊണ്ട് എനിക്ക് ആ അവകാശം ഒരു ഇത്തിരി വേണമല്ലോ. ഇവിടുത്തെ പ്രതിനിധി എന്ന ബി ജെ പിയുടെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്ത BJP പ്രതിനിധി അല്ല, ഇപ്പോ ജമായത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി എന്നൊക്കെ തുടങ്ങിയ വർഗീയ സംഘടനകളുടെ കൂടെ കൂട്ടുചേർന്നതിനെ കുറിച്ച് കോൺഗ്രസിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി. ശുദ്ധമായ വർഗീയ കാഴ്ചപ്പാടിലൂടെ നഷ്ടപ്പെട്ട വോട്ട് എവിടെയെങ്കിലും പിടിച്ചെടുക്കാനുള്ള ശ്രമം. അപ്പോൾ അവിടെ ജമായത്തയുടെ വെൽഫെയറിൻ്റെ ഒക്കെ കൂടെ നിന്നുകൊണ്ട് വർഗീയമായ ഒരു മുഖം കോൺഗ്രസിലൂടെ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഹിന്ദു അനുകൂല സമീപനം ആണ് കോൺഗ്രസ്. മനസ്സിലാവും അത് വെറും പോളിട്രിക്സ് ആണ്. ധാർമ്മികതയില്ലാത്ത വെറും പോളിട്രിക്സും കൊണ്ടൊന്നും കോൺഗ്രസിന് രക്ഷപ്പെടാൻ പറ്റില്ല. ജനങ്ങൾക്ക് ഈ കളി ശരിക്കും എത്ര ദിവസമായി യാത്ര തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ചർച്ച ചെയ്തത്. അപ്പോ ഞങ്ങൾ വിശ്വസിക്കുന്നത് സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ്. അതാണ് BJP. എല്ലാവർക്കും അറിയാം. ഞാൻ വരാം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് രാജകുമാർ പറഞ്ഞോളൂ. ഞാൻ ആദ്യം ശ്രീ ബഹുമാന്യനായ അജയ് തറയിലിനെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഷബാനു കേസ് ഒരു ഭരണഘടനാ കേസല്ല. മുസ്ലിം സ്ത്രീക്ക് 125 CRPC അനുസരിച്ച് ഭർത്താവിൽ നിന്ന് അവർക്കും കുട്ടികൾക്കും ചെലവിന് കിട്ടുവാനുള്ള അവകാശമുണ്ടോ എന്ന് ഉള്ള കാര്യമാണ് സുപ്രീം കോടതി തീരുമാനിച്ചത്. ഭരണഘടനാ കേസല്ല. 125-ാം വകുപ്പ്. അത് ദയവായിട്ട് തെറ്റിദ്ധരിക്കരുത്, തെറ്റിദ്ധരിപ്പിക്കരുത്. പിന്നെ അതിനുശേഷം മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഇൻ ഡൈവോഴ്സ് ആക്ട് എന്ന് പറഞ്ഞ് രാജീവ് ഗാന്ധി അതിൽ നിന്ന് മാറ്റി പ്രത്യേകമായ ഒരു നിയമം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരു ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമമുണ്ടാക്കുവാൻ ഭരണഘടന തന്നെ അനുശാസിക്കുന്നത് കൊണ്ട് അത് നടക്കും. പക്ഷേ ആ നിയമത്തിൻ്റെ അവസ്ഥ എന്തായി? സുപ്രീം കോടതി പറഞ്ഞു ആ നിയമം വന്നാലും മുസ്ലിം സ്ത്രീക്ക് അവർക്ക് അർഹതപ്പെട്ട CRPC വകുപ്പ് പ്രകാരമുള്ള ജീവനാംശം കിട്ടുവാൻ അധികാരമുണ്ട്. അപ്പോൾ ആ നിയമം പകുതി ചത്തു. അതുപോലെ തന്നെ ഇന്ന് ആ നിയമം നമ്മൾ ഏട്ടിൽ വച്ചിരിക്കുകയാണ്. എത്ര കോടതികളിൽ അത് സംബന്ധമായ കേസുണ്ട്? വാസ്തവത്തിൽ പ്രാക്ടിക്കലായിട്ട് അത് നശിച്ചുപോയി. ആ വകുപ്പില്ല.
ഇനി അടുത്ത ശ്രീ അജയ് തറയിലിനോട് എനിക്ക് പറയാനുള്ളത്, ഹിന്ദു ഒരു മതമാണോ അതോ ഒരു ജീവിത രീതിയാണോ? ഇതാണ് ഏറ്റവും പ്രസക്തമായി നമ്മുടെ ഈ ഏഴംഗ ബെഞ്ച് വിധി പറയുമ്പോൾ അത് ഉറപ്പിക്കും എന്നാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്. പിന്നെ 26-ൽ അങ്ങ് പറഞ്ഞ റിലീജിയസ് ഡിനോമിനേഷൻ ഓർ സെക്ട് എന്ന് പറയുന്നതിൽ ശബരിമല വരില്ല. ഇന്ദു മൽഹോത്ര അവരുടെ വിധിന്യായത്തിൽ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അപ്രകാരം പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് ഭൂരിപക്ഷം ജഡ്ജിമാരും അത് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അത് വസ്തുതാപരമായി അതിന് അടിസ്ഥാനമായി പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ, ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയോട് ഉള്ള എല്ലാ ബഹുമാനത്തോടും കൂടി പറയട്ടെ, വസ്തുതാപരമായി നിയമപരമായി തെറ്റായ കാര്യങ്ങൾ വച്ചാണ് അതിലേക്ക് അവർ ചെന്നിട്ടുള്ളത്. അത് സുപ്രീം കോടതി തീരുമാനിക്കട്ടെ. എനിക്കോ അജയ് തറയിലിനോ തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഒരു കാര്യം, കറുത്ത മുണ്ടുടുത്ത് ഒരു പിൽഗ്രിമേജിന് പോകുന്നത് ഒരു റിലീജിയസ് ഡിനോമിനേഷണൽ ഐഡൻറ്റിറ്റി അല്ല. കാരണം അന്ന് ഈ വിവാദം കത്തി നിന്നപ്പോൾ തന്നെ ഷിരൂർ മഠ് കേസിൽ ഉണ്ടായ വിധിയെ പറഞ്ഞ് ഒരുപാട് സന്യാസിമാർ തെറ്റായി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലരെയെല്ലാം തിരുത്തിയിട്ടുണ്ട്. ശരി, അത് തെറ്റായ ഒരു കാര്യമാണ്. കാരണം ഷിരൂർ മഠിൽ പറഞ്ഞത് ഒരു റിലീജിയസ് സെക്റ്റിൻ്റെ റിലീജിയസ് ആയിട്ടുള്ള അവകാശങ്ങൾ തീരുമാനിക്കാൻ, ആചാരങ്ങൾ തീരുമാനിക്കാൻ ഉള്ള അവകാശം അതിൻ്റെ റിലീജിയസ് ഹെഡിനാണ്. അതിനുവേണ്ടി ചെലവാക്കുന്ന പൈസ നിഷേധിക്കുവാൻ ഒരു റിലീജിയസ് എൻഡോവ്മെൻറ്റിനും സർക്കാരിൻ്റെ എൻഡോവ്മെൻറ്റുകൾക്ക് കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ആ വിധിയുടെ സാരാംശം. ശരി, അപ്പോൾ അതും ശബരിമല കേസുമായിട്ട് കടലും കടലാടിയും പോലെയുള്ള ബന്ധമേ ഉള്ളൂ. അതിന് യാതൊരു വിധമായ പ്രസക്തിയുമില്ല. ശരി, നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഞാൻ ഒന്ന് വന്നുകൊള്ളാം ശ്രീ അജയ്കുമാർ താങ്കളിലേക്ക്. ശ്രീ അജയ് തറയിൽ, ഇവിടെ ഇതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എത്ര വേണമെങ്കിലും ചർച്ച ചെയ്യാം. നമ്മുടെ നാട്ടിൽ ആളുകളുടെ ഓർമ്മയൊന്ന് തട്ടി ഉണർത്തിയാൽ മതി. ഒരുപാട് ടെലിവിഷൻ ചർച്ചകൾ, പുറത്തെ പ്രഭാഷണങ്ങളൊക്കെ ഈ കോവിഡിന് മുമ്പൊക്കെ നടന്നതാണെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നാട്ടുകാർക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയുണ്ട്. എളുപ്പത്തിൽ പരിഹരിക്കാവുന്നൊരു കാര്യമല്ല ഇത് എന്നൊരു ധാരണ എന്തായാലും ഉണ്ട്. അനവധിയായിട്ടുള്ള നിയമ നടപടികളിലേക്കും ആലോചനകളിലേക്കും ചർച്ചകളിലേക്കും ഒക്കെ പോകേണ്ടി വരുമെന്ന ഒരു ധാരണയില്ലാത്ത മലയാളികൾ ഇപ്പോൾ കുറവാണ്. അവർക്ക് മുന്നിലേക്കാണ് കോൺഗ്രസ് ഞങ്ങൾ എളുപ്പത്തിൽ പരിഹരിച്ചു തരാം എന്ന് പറഞ്ഞ് ഈ കാര്യമെടുത്ത് മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങൾ വളരെ എളുപ്പത്തിൽ ഒരു നിയമം ഉണ്ടാക്കി അങ്ങോട്ടേക്ക് തരാം എന്ന് പറഞ്ഞൊരു കരട് നിങ്ങളുടെ ലോയേഴ്സ് കോൺഗ്രസ് ഉണ്ടാക്കി മുന്നോട്ട് വെക്കുകയാണ്. നിശ്ചയമായിട്ടും കഴിഞ്ഞ സമരകാലത്ത്, തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഇല്ലാത്ത വിധം BJPയും ഇപ്പോൾ നിങ്ങൾക്ക് എതിർപക്ഷത്തായിരിക്കും. BJP ആണെങ്കിലും CPM ആണെങ്കിലും ഇത് പറ്റിപ്പീസ് പരിപാടിയാണ് എന്നവർ പറയും. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വോട്ടും കിട്ടാതാവും എന്നൊരു നിലയുണ്ടാകുമോ? ജനം അവർ പറയുന്ന ഇതാ കോൺഗ്രസ്സുകാർ പറ്റിക്കാൻ വന്നിരിക്കുന്നു എന്നൊരു തോന്നലിലേക്ക് എത്തുമോ ശ്രീ അജയ്കുമാർ, ശ്രീ അജയ് തറയിൽ? അതുപോലൊരു ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകുമോ? സനീഷ്, ഒരു പോയിന്റ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഇവിടെ ഞാൻ ഒഴിച്ച് ബാക്കി 3 പേരും യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരാണ്. അല്ലല്ല, ഗവൺമെന്റ് ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് അല്ല. ഇപ്പോൾ അവര് സംസാരിച്ചത് മനസ്സിലായില്ലേ? അവരുടെ മനസ്സെന്താണെന്ന്. വയസ്സിനിടക്കുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പോകാൻ പറ്റുമെന്ന വാദഗതിയിൽ അവർ നിൽക്കുന്നു. ഇത് തന്നെയാണ് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത്. നവോത്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കേരളം മുഴുവൻ നടന്നത്, സുധാകരൻ പറഞ്ഞത്, ബാലൻ പറഞ്ഞത്, MM മണി പറഞ്ഞത്, അന്ന് വിജയരാഘവനൊന്നും പിക്ചറില്ലായിരുന്നു, കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്, ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് സ്ത്രീ സമത്വത്തിന് വേണ്ടിയാണ്, അവിടെ യുവതീ പ്രവേശനം അനുവദിക്കണം. ഞാൻ ചോദിക്കുന്നു, എന്തേ മാർസിസ്റ്റുകാരുടെ വായിൽ പഴം വിഴുങ്ങിയിരിക്കേണ്ട ഗതികേടുണ്ടായത്? അവരന്തസ്സായി ഇപ്പോഴും പറയണം, ഞങ്ങൾ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുന്നു, ഞങ്ങൾ മൗലികമായ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി നിൽക്കുന്നു, ശബരിമലയിൽ സുപ്രീം കോടതി വിധിയിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാനുള്ള തന്റെ ഇടം ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനോ
മാർക്സിസ്റ്റ് പാർട്ടിക്കോ ഇല്ല എന്ന് മാത്രമല്ല, അല്ലല്ല, അവർ വളരെ തന്ത്രശാലികളല്ലേ അജയ് തറയിൽ. അതുകൊണ്ട് അവർ ചർച്ച കാണപ്പോലും വിടുന്നില്ല. അവരത് പറയാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അവരത് പറയാൻ തയ്യാറല്ല, ചർച്ച കാളയിടാൻ പോലും അവർ തയ്യാറല്ല. ആ ചർച്ചയിലേക്ക് വീഴണ്ട എന്നാണ് അവരുടെ തന്ത്രം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ദോഷം ഉണ്ടാകുമോ എന്നാണ് എന്റെ ചോദ്യം. ജനങ്ങളോടുള്ള കേരളത്തിലെ വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണ്. നിങ്ങൾ പോയി പണി നോക്കൂ എന്നാണ് ഇന്ന് CPM പറയുന്നത്. CPM പറയട്ടെ, ഞങ്ങൾ ഇതാ നിലപാട് മാറ്റിയിരിക്കുന്നു, ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണ്, ഞങ്ങൾ യുവതീ പ്രവേശനം എതിർക്കുന്നു എന്ന് പറയാനുള്ള ആംബിയർ കാണിക്കട്ടെ. ഇത് തോമസ് ഐസക് പറയുകയുണ്ടായി, സുപ്രീം കോടതി വിധി വന്ന ശേഷം ഞങ്ങൾ യോഗം കൂടി തീരുമാനിക്കാം. എന്ത് പോഷത്വമാണ് ഈ പറയുന്നത്? സുപ്രീം കോടതി വിധി വന്ന ശേഷം കൂടി തീരുമാനിക്കാൻ പറ്റുമോ? സുപ്രീം കോടതി മുഖ്യമന്ത്രിയോടോ മന്ത്രിമാരോടോ ആവശ്യപ്പെടുന്നത്? ചീഫ് സെക്രട്ടറിക്കാണ് ഡയറക്ഷൻ കൊടുക്കുന്നത്. ചീഫ് സെക്രട്ടറിയാണ് ചെയ്യേണ്ടത്. അവിടെ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ യാതൊരു പ്രസക്തിയുമില്ല. പിന്നെ പോഷത്വം പറഞ്ഞ് ജനങ്ങളെ അജയ് തറയിൽ, അതായത് സുപ്രീം കോടതി വിധി വന്നാൽ പിന്നീട് ചർച്ച നടത്തുന്നതിലൊന്നും കാര്യമില്ല എന്നാണെങ്കിൽ, സുപ്രീം കോടതി വിധി അങ്ങ് നടപ്പാക്കണമെന്നാണെങ്കിൽ ഈ സർക്കാർ, ഇടതുപക്ഷ സർക്കാരിനോട് എന്ത് കുറ്റമാണുള്ളത്? അവർ നേരത്തെയും ചെയ്ത അതല്ലേ? സുപ്രീം കോടതി വിധി പ്രവേശനത്തിന് അനുകൂലമായിട്ട് വന്നു, എന്നാൽ പ്രവേശിച്ചോളൂ എന്ന് സർക്കാർ പറഞ്ഞു. അതല്ലേ താങ്കൾ ഇപ്പോൾ പറയുന്നത്? അതെ, എന്തായി? അതാണ് നിയമം മൂലം ആ വിധിയെ അതിജീവിക്കണം. അതാണ് വിശ്വാസികൾ ചെയ്യാൻ കഴിയുക. നിയമം ഉണ്ടാക്കി ആ വിധിയെ അതിജീവിക്കണം. ഞാൻ ചോദിക്കട്ടെ, ആ വിധി ഇപ്പോഴും നിൽക്കുന്നു. എന്തുകൊണ്ടാണ് 2 വർഷമായി യുവതികളെ പ്രവേശിപ്പിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകാത്തത്? ഈ ഗവൺമെന്റ് ചെലവിൽ ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് പോലീസ് ജീപ്പിൽ കൊണ്ടുവന്ന് അവിടെ കയറ്റിയ സ്ത്രീകളുണ്ടല്ലോ ഇപ്പോഴും. 2 വർഷമായി ഒരു സ്ത്രീകളെയും കയറ്റാൻ പാടില്ല എന്ന് ഇല്ല. പക്ഷേ ഈ ഗവൺമെന്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവര് ഈ രാജ്യത്തെ ജനങ്ങളെ, വിശ്വാസികളെ വഞ്ചിക്കുകയാണ്. ആരാണ് വിശ്വാസികളെ വഞ്ചിക്കുന്നത് എന്ന കാര്യത്തിലായിരിക്കും നിശ്ചയമായിട്ടും ചർച്ചകൾ നടത്തുക. രാജകുമാർ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീമതി രമ, വളരെ പെട്ടെന്ന് പറയാനുള്ളത് പറയാമോ? സമയം തീർന്നു. അതാണ് ശ്രീ അജയ് തറയിലെ വളരെ നന്നായി ഡിബേറ്റിൽ പങ്കെടുക്കുന്ന ആളായിട്ട് എനിക്ക് വലിയ ബഹുമാനമായിരുന്നു. പക്ഷെ അദ്ദേഹം എന്താണ് പറഞ്ഞതിന്റെ കാരണം എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ശബരിമലയിലെ സ്ത്രീകളെ ആചാരം സംരക്ഷിക്കാൻ വേണ്ടി 11 ദിവസം നിരാഹാരം ഈ സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ കിടന്ന ആളാണ്. പോട്ടെ. അപ്പൊ അതുകൊണ്ട് ഇത് കരട് ബില്ലല്ല ഇപ്പൊ കോൺഗ്രസ് കൊണ്ടുവന്ന, തരികിട ബില്ലാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നുണ പറയാൻ തുടങ്ങുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് 2024 ഇലക്ഷൻ ആവുമ്പോൾ ശ്രീ അജയ് തറയിലും അദ്ദേഹത്തിന്റെ പാർട്ടിയും പറയും അയോധ്യ നിർമ്മാണം ഉണ്ടാക്കിയത് ഞങ്ങൾ കോൺഗ്രസ്സുകാരാണെന്ന്. ശരി, വളരെ നന്ദി. അഡ്വക്കേറ്റ് രാജകുമാർ, ഈ ചർച്ച അവസാനിപ്പിക്കാമോ? നമുക്ക് അവസാന ഭാഗത്തേക്ക് എത്താറായി. അഡ്വക്കേറ്റ് രാജകുമാർ. അല്ല, ഇതിൻ്റെ അകത്ത് ഏറ്റവും കാതലായ ഒരു കാര്യം, ഒരു പാർലമെന്റ് ഇലക്ഷന്റെ വിധിയിൽ നിന്ന് ഉണ്ടായ തെറ്റിദ്ധാരണ 2 പ്രധാന പാർട്ടികൾക്ക് കേരളത്തിൽ വരുത്തിയിരിക്കുന്ന ആശയക്കുഴപ്പമാണ് ഈ കോപ്രായങ്ങൾക്കെല്ലാം കാരണം. ഒന്ന്, ഇവരെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് 2019 ലോകസഭാ വിധി എന്ന് വന്നത് കോൺഗ്രസിന് അനുകൂലമായി 19 സീറ്റ് കിട്ടിയത് ഇവിടെ ശബരിമല സംബന്ധമായ ഒരു ചർച്ച നടന്നതുകൊണ്ടാണ് എന്നാണ്. 100% തെറ്റായ ഒരു കാൽക്കുലേഷനാണ്, ഒരു കണ്ടെത്തലാണ് എന്ന് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ അജയ് തറയിലിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും മനസ്സിലാകും. കൺസോളിഡേറ്റഡ് മൈനോറിറ്റി വോട്ടിംഗ് എന്ന് പറയുന്ന പ്രതിഭാസം, അതാണ് ഇവിടെ സംഭവിച്ചത് എന്ന് അവർ പിന്നെയെങ്കിലും മനസ്സിലാക്കട്ടെ. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇവിടെ പണ്ട് പഴമക്കാർ പറയും ആചാരം വിട്ട് ജീവിക്കരുത്. കാരണം ശുദ്ധി, ആ കൈയും കാലും കഴുകിയിട്ട് വീട്ടിൽ പ്രവേശിക്കണം, ചെരുപ്പ് പുറത്ത് ഊരി വയ്ക്കണം, ഇതൊക്കെ നമുക്ക് ആചാരങ്ങളായിരുന്നു. പക്ഷേ അജയ് തറയിലിൻ്റെ പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയെക്കാളും അധപ്പതിച്ചു പോയി. കാരണം അവരിപ്പോ ആചാരമാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആചാരത്തിന്റെ പേരിൽ അതിന്റെ പേരിൽ എങ്ങനെയെങ്കിലും 10 വോട്ടുണ്ടാക്കി ഇപ്രാവശ്യത്തെ നിയമസഭ പിടിച്ചെടുക്കാമോ? അതല്ലേ ശ്രീ അജയ് തറയിൽ? എന്തും മോശമാണ്. നിങ്ങൾ ഈ സമൂഹത്തിലെ അറിയപ്പെടുന്ന നേതാക്കളല്ലേ? അത് മാത്രവുമല്ല, വർഷങ്ങൾ നിങ്ങളെ പാർട്ടിയും
ഈ ഈ സമൂഹത്തെ അന്തരീക്ഷത്തിൽ നിൽക്കേണ്ടവരാണ് നിങ്ങൾ. വളരെ നന്ദി അഡ്വക്കേറ്റ് രാജകുമാരനോട് ക്ഷമിക്കണം, സമയക്കുറവുകൊണ്ടാണ്. അജയ് തറയിൽ ഞാൻ താങ്കളിലേക്ക് ഒന്നുകൂടെ വരണമെന്ന് കരുതിയിരുന്നു, പക്ഷേ സമയമില്ലാത്തതുകൊണ്ടാണ്. താങ്കളുടെ നിലപാട് പക്ഷേ എസ്റ്റാബ്ലിഷ്ഡ് ആണല്ലോ, അതുകൊണ്ട് താങ്കൾ തുടക്കം മുതലേ ശ്രീ അജയ് തറയിൽ താങ്കൾ ഈ സ്റ്റാൻഡ് നിലപാടെടുത്ത് ആ നിലപാടിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുന്നയാളാണ്. കോൺഗ്രസ് ഏതായാലും അങ്ങനൊരു സ്റ്റാൻഡ് സ്വീകരിച്ചിരിക്കുന്നു. കരട് നിയമം തന്നെയും ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നിശ്ചയമായിട്ടും ചർച്ച ചെയ്യപ്പെടും. എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്ത് നിന്നും ആളുകൾക്ക് ചർച്ചയിലേക്ക് അല്ലെങ്കിൽ ഈ ചർച്ചയുടെ ഭാഗമാണ്, ടെലിവിഷൻ ചർച്ചയുടേതല്ല, സമൂഹത്തിൽ നടക്കുന്ന ചർച്ചയുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് UDF ഉണ്ടാക്കിയുള്ള ചർച്ചയുടെ ഭാഗമാകേണ്ടി വരുമെന്നാണ് ഇന്നത്തെ ഒരു സാഹചര്യമൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. വളരെയധികം നന്ദി ശ്രീ അജയ് തറയിൽ, അഡ്വക്കേറ്റ് രാജകുമാർ, ശ്രീമതി VT രമ, അപർണ ശിവഗാമി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.